This is the plan given in the title page of which NCERT textbook? NCERT അതിൽ ഈ ഒരു പെർട്ടിക്കുലർ ഫിഗർ എവിടെയുള്ളത് എന്നുള്ളതാണ് ചോദിച്ചത്. ഒരു ഹൈ ലെവൽ എന്നും പറയാൻ പറ്റും, ഒരു ലോ ലെവൽ ക്വസ്റ്റ്യൻ എന്ന് പറയേണ്ടി വരും അല്ലേ. ദ കറക്റ്റ് ആൻസർ ഈസ് പലർക്കും അറിയായിരിക്കും. ഇതിനോടൊപ്പം തന്നെ NCERT ബയോളജി +1 NCERT ബയോളജി +1 സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തൊരു ക്വസ്റ്റ്യനാണ്. വെറുതെ ചുമ്മാ ഒരു സെറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ വർഷത്തെ നീറ്റ് 2025 ബയോളജിയിലെ ഏറ്റവും ടഫർ ക്വസ്റ്റ്യൻ ഏതാണെന്നുള്ളത് പലപ്പോഴും കുട്ടികളോട് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഈ കാണുന്ന ചോദ്യമാണ്. ഇതിനോടകം തന്നെ ഫേമസ് ആയ ക്വസ്റ്റ്യനാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റെഫേഴ്സ് ടു ദ റിഡക്ഷനിസ്റ്റ് ബയോളജി എന്നുള്ളൊരു ചോദ്യമാണ്. ആൻഡ് എന്തുകൊണ്ട് ഈ ചോദ്യം ടഫറായി എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ NCERT നമ്മൾ ആരും വല്ലാതെ അങ്ങ് ഫോക്കസ് ചെയ്യാത്ത ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്നുള്ള ഒരു യൂണിറ്റ് തുടങ്ങുന്ന +1 സെൽ എന്ന് പറഞ്ഞ യൂണിറ്റ് തുടങ്ങുന്ന സെൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞ യൂണിറ്റ് 3 +1 ബയോളജിയിലെ ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന് ചോദിച്ച ചോദ്യമാണ്. എസ്പെഷ്യലി ഫിസിക്കോ കെമിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞ ഒരു റിഡക്ഷൻസ് ബയോളജിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ആൻഡ് യെസ്, അപ്പോൾ പലപ്പോഴും ഈ ഒരു സമയത്ത് നമ്മൾ കുട്ടികളെ നീറ്റ് 2026 പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡൗട്ട് ക്ലിയറൻസിനൊക്കെ വേണ്ടി നമ്മൾ ക്യാമ്പസിൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സാർ കഴിഞ്ഞ വർഷം ഇൻട്രൊഡക്ഷൻ പാർട്ടെന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നില്ല, അപ്പോൾ ഈ വർഷവും ഇൻട്രൊഡക്ഷൻ പാർട്ടെന്നൊക്കെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരുമോ എന്നുള്ളത് ആങ്ഷ്യസ് ആയിട്ട് കുട്ടികൾ ചോദിക്കാറുണ്ട്. നമ്മൾ പറയാറുള്ളത് ഡെഫിനറ്റ്ലി നമ്മൾ മെയിൻ പാർട്ടിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. കഴിഞ്ഞ വർഷം ചോദിച്ചതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ട് നോക്കാണ്ട് പോകണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ച് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സാലൻ്റായിട്ട് നമ്മൾ ഈ ഒരു ലാസ്റ്റ് സമയത്ത് നമ്മൾ അലാമിങ് ആവേണ്ട സിറ്റുവേഷൻ ഒന്നുമില്ല, മേജറായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രകടമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യുന്നൊരു പെർട്ടിക്കുലർ വീഡിയോ. എസ്പെഷ്യലി ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് NCERT +1 ബയോളജിയിലെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ചോദിക്കാവുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. യൂണിറ്റ് 1 ഡൈവേഴ്സിറ്റി ഇൻ ലിവിംഗ് വേൾഡ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് വിടുക എന്നുള്ളതാണ് കേട്ടോ. ഇതിൽ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിസ്റ്റമാറ്റിക് ആൻഡ് മോണുമെൻ്റൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ലൈഫ് ഫോംസ് in detailed systems of all of the following except എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഓപ്ഷൻസിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഓപ്ഷൻ റൂൾ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എക്സെപ്റ്റ് ഇതിലില്ലാത്തത് ഏതെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം നമ്മൾ ലിവിംഗ് വേൾഡിലൊക്കെ നമ്മൾ ക്ലാസിഫിക്കേഷൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. നമ്മൾ ആദ്യം ഓർഗാനിസത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, പിന്നെ അതിൻ്റെ നോമൻക്ലേച്ചർ ആൻഡ് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ഡെഫിനറ്റ്ലി അതിലില്ലാത്തൊരു കാര്യമാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന കാര്യം. സോ ആൻസർ വിൽ ബി ഡെഫിനറ്റ്ലി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ദിസ് ഈസ് ദർ ഇൻ ദിസ് പെർട്ടിക്കുലർ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളൊന്ന് വായിച്ച് വിടുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ഹു ഈസ് കൺസിഡർഡ് ആസ് ഡാർവിൻ ഓഫ് 20th century എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് എവിടെയുള്ളത് പല കുട്ടികൾക്ക് ആൻസർ അറിയായിരിക്കും. ഏണസ്റ്റ് മേയർ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ആൻഡ് ഇവിടെ ഏണസ്റ്റ് മേയർ എന്ന് പറഞ്ഞൊരു ഒരു ട്രൂ ലെജൻഡ് എന്നൊക്കെ പറയാവുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ കൊടുത്തിട്ടുണ്ട് ദ ഡാർവിൻ ഓഫ് 20th century എന്ന് അറിയപ്പെടുന്ന ആളാണ്. നിങ്ങൾ വായിച്ചുവിടുക. ഏണസ്റ്റ് മേയറിൻ്റെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ 1904 ജനിച്ചു. 2004 അദ്ദേഹം മരിച്ചു. ഏജ് 100 ഏജ് ഉണ്ടായിരുന്നു. ഒന്നും ചോദിക്കാൻ സാധ്യതയില്ല, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക എന്നുള്ളതാണ്. ആൻഡ് യെസ്, നെക്സ്റ്റ് യൂണിറ്റ് 2 സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് നിങ്ങൾ വായിച്ചു വിടുക. ആൻഡ് ഇതിലൊരു പെർട്ടിക്കുലർ ഒരു ക്വസ്റ്റ്യൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വിച്ച് ബുക്ക് ഈസ് കൺസിഡർഡ് ആസ് വെബ്സ്റ്റേഴ്സ് ഓഫ് പ്ലാന്റ് ബയോളജി? വെബ്സ്റ്റേഴ്സ് ഓഫ് പ്ലാന്റ് ബയോളജി എന്നൊക്കെ പറയുന്നത് ഒരു യൂസേജ് ആണ്, ഒരു എൻസൈക്ലോപീഡിയ ഓഫ് പ്ലാന്റ് ബയോളജി അല്ലെങ്കിൽ നമ്മൾ ബൈബിൾ ഓഫ് പ്ലാന്റ് ബയോളജി എന്നൊക്കെ പറയാവുന്ന ഒരു യൂസേജ് ആണ്. ആൻഡ് അനാറ്റമി ഓഫ് സീഡ് പ്ലാന്റ്സ്, മോർഫോളജി ഓഫ് സീഡ് പ്ലാന്റ്സ്, ഫിസിയോളജി ഓഫ് സീഡ് പ്ലാന്റ്, എംബ്രിയോളജി ഓഫ് സീഡ് പ്ലാന്റ്സ്. ദ കറക്റ്റ് ആൻസർ ഈസ് യെസ്, അനാറ്റമി ഓഫ് സീഡ് പ്ലാന്റ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഇതെവിടെ കൊടുത്തിരിക്കുന്നത്? കാതറിൻ ഈസോ എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റിനെ സംബന്ധിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ദ അനാറ്റമി ഓഫ് സീഡ് പ്ലാന്റ്സ് ബൈ കാതറിൻ ഈസോ ആൻഡ് ദിസ് ഈസ് റെഫർഡ് ടു ആസ് വെബ്സ്റ്റേഴ്സ് ഓഫ് പ്ലാന്റ് ബയോളജി. ആൻഡ് അഗെയിൻ ഒരു എമിനൻറ്റ് സയൻറ്റിസ്റ്റ് ആണ് കാതറിൻ ഈസോ. ആൻഡ് ഷീ അബ്സല്യൂട്ട്ലി ഡോമിനേറ്റഡ് ഇൻ ദ ഫീൽഡ് ഓഫ് പ്ലാന്റ് ബയോളജി എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് യെസ്, നെക്സ്റ്റ് ദ വെരി ഫേമസ് നേരത്തെ പറഞ്ഞ ദ റിഡക്ഷനിസ്റ്റ് ബയോളജി ചോദിച്ചിരിക്കുന്നത് യൂണിറ്റ് നമ്പർ 3 സെൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ്. നേരത്തെ നമ്മൾ കാണിച്ചു റിഡക്ഷനിസ്റ്റ് ബയോളജിയാണ്. ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ പല കുട്ടികളും കിളി പോയി, ഇതൊക്കെ എവിടെയാണ് എന്നുള്ളത് മനസ്സിലായില്ല എന്നുള്ളത് പറഞ്ഞിരുന്നു. ആൻഡ് ദ ഇൻട്രസ്റ്റിംഗ് തിങ് ഈസ് കഴിഞ്ഞ വർഷം നമ്മുടെ സെൽ ചാപ്റ്റർ എടുത്ത സാറ് ഏകദേശം പ്രെഡിക്റ്റ് ചെയ്തിട്ട് ഈ ഒരു ഏരിയ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സന്തോഷകരമായിട്ട് നമുക്ക് ആലോചിക്കാവുന്നൊരു കാര്യമാണ്. ആൻഡ് പ്രൊഫസർ GN രാമചന്ദ്രൻ ഈസ് ഫേമസ് ഫോർ ദ ഡിസ്കവറി ഓഫ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ഓപ്ഷൻസിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. GN രാമചന്ദ്രൻ ഈസ് വെരി ഫേമസ് ഫോർ പ്രോട്ടീൻ സ്ട്രക്ചേഴ്സ്, എസ്പെഷ്യലി കൊളാജൻ്റെ ട്രിപ്പിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് കൊളാജനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫേമസ് സയൻറ്റിസ്റ്റ് ആണ്. കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ GN രാമചന്ദ്രൻ അവിടെ കൊടുത്തിട്ടുണ്ട്. കൊച്ചിൻ പാട്ടെന്നൊക്കെ വരുന്ന ആളായിരുന്നു അദ്ദേഹം. ആൻഡ് ഈസ് വെരി ഫേമസ് ആൻഡ് ഹീസ് ഫേമസ് ഇൻ ദ ഫീൽഡ് ഓഫ് പ്രോട്ടീൻ എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഹീസ് ഫേമസ് ഫോർ ദ ട്രിപ്പിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് കൊളാജൻ എന്നുള്ളതൊക്കെ നോക്കി വെക്കുക. ആൻഡ് ഹീ
ഈസ് ആൾമോസ്റ്റ് ഫ്രം നമ്മുടെ കൊച്ചിൻ പാട്ടിൽ നിന്നാണ്, സൗത്ത് വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യ, അവിടെ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പോൾ ഈസ് വെരി ഫേമസ്. പ്രൊഫസർ GN രാമചന്ദ്രൻ. ബേസിക് കാര്യങ്ങളൊക്കെ അവിടെ നോക്കി വെക്കുക. ആൽഫ ഹെലിക്സ്, ബീറ്റാ സ്ട്രക്ചേഴ്സ്, ബീറ്റാ ഷീറ്റ് സ്ട്രക്ചേഴ്സ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു വിടാം. ഓക്കെ. ആൻഡ് ഇപ്പോൾ പ്ലാൻ ഫിസിയോളജിയുമായി ബന്ധപ്പെട്ടുള്ള യൂണിറ്റ് നമ്പർ 4 ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ, പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് നിങ്ങൾ വായിച്ചുവിടുക. ആൻഡ് ഇതിൽ കൊടുത്തിരിക്കുന്ന സയൻറ്റിസ്റ്റ് മെൽവിൻ കാൽവിൻ ആണ്. ഹോപ്പ് യു നോ ദ കാൽവിൻ സൈക്കിളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കാൽവിൻ സൈക്കിൾ C14 ആൻഡ് C14നുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചുവിടുക. ആൻഡ് ഓഫ് കോഴ്സ് വി ആർ കമ്മിങ് ടു ദ ലാസ്റ്റ് യൂണിറ്റ് ഓഫ് ദിസ് +1 ബയോളജി, ദാറ്റ് ഈസ് ഹ്യൂമൻ ഫിസിയോളജി. ഹ്യൂമൻ ഫിസിയോളജിയിലെ 6 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അറിയാം. ആൻഡ് ഈ 6 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 6 ഫിസിയോളജിക്കൽ പ്രോസസ് ആണ്. എസ്പെഷ്യലി ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഈ ഫിസിയോളജിക്കൽ പ്രോസസ്സുകളെ കോർഡിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സുകളാണ്. ന്യൂറൽ കോർഡിനേഷൻ, കെമിക്കൽ കോർഡിനേഷൻ. ഇവിടെയും നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ റിഡക്ഷനിസ്റ്റ് അപ്രോച്ചിനെ സംബന്ധിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെൽ എന്ന് പറഞ്ഞ യൂണിറ്റിൽ മാത്രമല്ല റിഡക്ഷനിസ്റ്റ് അപ്രോച്ച് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഫിസിക്കോ കെമിക്കൽ കഴിഞ്ഞ വർഷം ചോദിച്ചത്. അപ്പോൾ ചോദിച്ച ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ കാര്യങ്ങൾ ഇവിടെയും ഉണ്ട് എന്നുള്ളതാണ്. ഫിസിക്കോ കെമിക്കൽ കൺസെപ്റ്റ്സ് അതിനെ സംബന്ധിച്ച് അവിടെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ആൻഡ് we are coming to the last question. The Italian anatomist Alfonso Cotti is related with എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി ദിസ് ഈസ് റിലേറ്റഡ് വിത്ത് ദ സയൻറ്റിസ്റ്റ് അൽഫോൺസോ കോട്ടി. ഗിവൺ ഹ്യൂമൻ ഫിസിയോളജിയുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ സയൻറ്റിസ്റ്റ് ആണ്. ഇദ്ദേഹം പഠിച്ചത് കാർഡിയോ വാസ്കുലർ സിസ്റ്റംസ് ഓഫ് റെപ്റ്റൈൽസ് ആൻഡ് ഈവൺ മെമേലിയൻ ഓഡിറ്ററി സിസ്റ്റത്തിനെ സംബന്ധിച്ച് അദ്ദേഹം പഠിച്ചു, കൂടുതൽ ഡെപ്തിൽ പഠിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ഓർഗൻ ഓഫ് കോട്ടെ എന്ന് പറഞ്ഞ സ്ട്രക്ചറിൻ്റെ ഡീറ്റെയിൽസ് അദ്ദേഹം കണ്ടെത്തി. ഓർഗൻ ഓഫ് കോട്ടെ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ ഇയറുമായി ബന്ധപ്പെട്ട് ബേസിലാർ മെംബ്രെയിൻ ഓഫ് ദ കോക്ലിയ, അതിൽ ഹെയർ സെൽസുകളുണ്ട്. ആ ഹെയർ സെൽസ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സൗണ്ട് വൈബ്രേഷനെ കൺവേർട്ട് ചെയ്തിട്ട് നെർവ് ഇമ്പൾസ് ആക്കിയിട്ട് നമുക്ക് ആ നെർവ് ഓഡിറ്ററി സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ഓർഗൻ ഓഫ് കോട്ടയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പുട്ട് ഫോർവേഡ് ചെയ്ത ആളാണ് നമ്മുടെ അൽഫോൺസോ കോട്ടി എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ്. സോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാട്ടൊക്കെ ഒന്ന് നിങ്ങളൊന്ന് സൂപ്പർഫിഷ്യലൊന്ന് നോക്കി പോയാൽ മതി. അങ്ങനെ ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിലും ചോദിക്കില്ല. എസ്പെഷ്യലി ഈ ഒരു സമയത്ത് നമ്മൾ ഭയങ്കര അലാമിംഗ് ആയിട്ടൊന്നും കാണേണ്ട കാര്യമൊന്നും അല്ല. മേജർ കണ്ടൻസ് മാത്രമേ ചോദിക്കുള്ളൂ. ഇൻ കേസ് അവർ ചോദിക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ആൻഡ് വേറെ അപ്കമിങ് വീഡിയോസിൽ നമുക്ക് +2 ബയോളജിയിലെ ഇൻട്രൊഡക്ഷൻ പാർട്ടിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാം. ഈവൺ നമുക്ക് സമ്മറി പാർട്ട് ആൻഡ് ഈവൺ എക്സസൈസ് പാർട്ടിന് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് വേറെ വീഡിയോസിലായിട്ട് നമുക്ക് ചെയ്യാം. സോ യെസ്, ഓൾ ദി വെരി ബെസ്റ്റ്.